ശ്രീ MK ഹരിദാസ്, ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ ഹൈക്കോടതി മേൽനോട്ടത്തിലാണ് കേരള പോലീസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നിട്ടും അതിൽ പാളിച്ചകളുണ്ടെന്നാണ് ജസ്റ്റിസ് A. ബദറുദ്ദീൻ്റെ നിരീക്ഷണം. കടിഞ്ഞാൺ കോടതിയുടെ കയ്യിലായിട്ടും SIT കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിലെ അതൃപ്തിയല്ലേ കോടതി പ്രകടിപ്പിച്ചത്? ഇത് ഗൗരവതരമായിട്ട് തന്നെയല്ലേ കാണേണ്ടത്? ഇത് രണ്ടാം തവണയാണ് ജസ്റ്റിസ് A. ബദറുദ്ദീൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വിമർശിക്കുന്നത്. അതീവ ഗുരുതരമായിട്ട് കാണേണ്ട ഒരു പ്രശ്നമാണ്. അതീവ ഗുരുതരം. സാധാരണ ഗുരുതരം എന്ന് പറഞ്ഞാൽ പോരാ. ഒരു പരമോന്നത നീതിപീഠത്തിലെ ഒരു ജഡ്ജിക്ക് 2 തവണയോ 3 തവണയോ ശബരിമലയുമായി വിഷയപ്പെട്ട മുൻകൂർ ജാമ്യ ഹർജി വാദത്തിന് വരവെ ഇത്തരത്തിൽ ചോദിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഈ കേസിൽ യഥാർത്ഥ ഒരു അന്വേഷണം നടക്കുകയും ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ടുകളടക്കം ഈ കേസ് വിചാരണ ചെയ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതിവിശേഷമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതേ ബദറുദ്ദീൻ സാറാണ് പറഞ്ഞത് ഇടത് സർക്കാർ അഴിമതി സംരക്ഷകരാണോ എന്ന് ഒരു ജാമ്യ ഹർജി, ഇതേ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ ഒരു ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തിന് ചോദിക്കേണ്ടി വന്നു, ഇടതുപക്ഷ സർക്കാർ അഴിമതി സംരക്ഷകരാണോ എന്ന്. കേരളത്തിലെ ഏതെങ്കിലും ഒരു സർക്കാരിനെ കുറിച്ചിട്ട് ഹൈക്കോടതിയിൽ നിന്ന് ഇത്തരത്തിലൊരു പരാമർശം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്ക് അറിയില്ല ശ്രീ അനിൽ നമ്പ്യാർ. ഞാൻ കേട്ടിട്ടില്ല. ഈ 45 50 കൊല്ലമായിട്ട് ഇതൊക്കെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് തുടക്കം മുതൽ എന്നെ പോലുള്ളവർ പറയുന്നതാണ് എന്തെന്ന് ചാനൽ ചർച്ചകളിൽ, അന്വേഷണം ശരിയായ വഴിക്കല്ല പോകുന്നത്, അന്വേഷണം നിഷ്പക്ഷമായി നടക്കില്ല, അന്വേഷണം ആരുടെയെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിലേക്ക് ചെന്ന് എത്തിക്കൊണ്ട് പിന്നീട് അതിന് മുകളിലേക്ക് അന്വേഷണം പോകില്ല എന്ന് പറയുമ്പോൾ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധികൾ പറഞ്ഞിരുന്നത് ഹൈക്കോടതി നേതൃത്വത്തിൽ നടക്കുന്ന ഒരു അന്വേഷണത്തിന് അങ്ങനെ എങ്ങനെയാണ് സാധിക്കുക? ആ ആശങ്കയാണ് ഹൈക്കോടതി ഇന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നെ പോലുള്ളവർ, ഞാൻ പറഞ്ഞതല്ല പറയുന്നത്, എന്നെ പോലുള്ള എല്ലാവരും പറഞ്ഞിരുന്നതാണ്. ഈ അന്വേഷണം ശരിയായ ഗതിയിൽ നടക്കില്ല, നിഷ്പക്ഷമായി നടക്കില്ല. ഇന്ന് ഹൈക്കോടതി അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അറിഞ്ഞിടത്തോളം ശബരിമലയിലെ സകല കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെങ്കിൽ ദേവസ്വം ബോർഡ് എന്തിനാണെന്ന് വരെ ഹൈക്കോടതി നിന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥ വന്നു പറഞ്ഞാൽ കഴിഞ്ഞ 9 വർഷവും 7 മാസവും ഇവിടെ ഭരിച്ചിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ കുറിച്ചിട്ട് കോടതികൾ ധരിച്ചു വെച്ചിട്ടുള്ളത് എന്താണ് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ എന്നിട്ടും നമ്മൾ പറയില്ലേ, കേൾക്കേണ്ടവർ കേട്ടതായി നടിക്കാത്ത ഒരു സാഹചര്യമാണ്. യഥാർത്ഥത്തിൽ ഒരു അന്വേഷണം നടന്നു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണിക്കുന്ന കടകംപള്ളി സുരേന്ദ്രനൊക്കെ അകത്താവണം. പക്ഷെ അതൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, എനിക്കൊരു ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്ത് തരുന്നത്, ഇദ്ദേഹം SP ആണോ DIG ആണ്? ഈ DIG ആണ്. SP ആയിരുന്നു, ഇപ്പൊ പ്രൊമോഷൻ ആയിട്ട് DIG ആണ്. കാരണം ഹൈക്കോടതിയുടെ ഇന്നത്തെ വാർത്ത റിപ്പോർട്ട് ചെയ്ത പ്രമുഖ ചാനലുകളൊക്കെ SP എന്നാണ് പറയുന്നത്. പക്ഷെ ജനം എല്ലാ സമയത്തും DIG എന്ന് പറയുന്നുണ്ട്. അപ്പോ ഈ ഹൈക്കോടതിയിലെ ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഹൈക്കോടതിയിലെത്തിയ പരാതികൾ പരിശോധിക്കവേ ഈ ഒരു ചോദ്യം ഹൈക്കോടതി അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്വേഷണ സംഘത്തിൽ സസ്പെക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയുടെ മക്കൾ അല്ലെങ്കിൽ മകൻ ഈ പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ അന്വേഷണം നേരായ മാർഗത്തിലൂടെ പോകുക എന്ന് വരെ ചോദിച്ചു. എന്നിട്ടും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ടോ ഇന്ന് പിന്നെ കോടതിയുടെ മുമ്പാകെ പറഞ്ഞത്, അതായത് ഈ DIG ഹരിശങ്കറിൻ്റെ അച്ഛൻ ശങ്കരദാസ്, അദ്ദേഹം അബോധാവസ്ഥയിൽ നിന്നാണ്. ഇപ്പോൾ ഹരിശങ്കറിൻ്റെ അച്ഛൻ അബോധാവസ്ഥയിലാണ്, അതുകൊണ്ട് പ്രത്യേക കൺസിഡറേഷൻ. ഒരു സാധാരണക്കാരൻ അബോധാവസ്ഥയിലാണെങ്കിൽ കേരള പോലീസ് വീട്ടിൽ വന്ന് തൂക്കിയെടുത്ത് കൊണ്ടുപോവില്ലേ? അപ്പോൾ കോടതിക്ക് അത് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടു. മാത്രമല്ല, അദ്ദേഹം അബോധാവസ്ഥയിലാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇനി അതിൻ്റെ മെഡിക്കൽ റെക്കോർഡ്സൊക്കെ ഹാജരാക്കണം. ഇന്ന് ഹൈക്കോടതി ഈ പരാമർശം വന്നതിന് ശേഷം അദ്ദേഹത്തെ ICUലേക്ക് മാറ്റി എന്ന് പറഞ്ഞിട്ട് ജനത്തിലൊരു റിപ്പോർട്ട് കണ്ടു. അപ്പൊ എത്ര പ്രീ പ്ലാൻഡ് ആയിട്ടാണ് ഇവർ കാര്യങ്ങൾ കൊണ്ടു നടക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ശബരിമല എന്ന് പറയുന്ന പരിപാവനമായ, അത് കേരളീയർക്ക് മാത്രമല്ല ഇന്ത്യയിലെ ഒട്ടുമിക്ക ഹിന്ദുക്കൾക്കും ജാതിമത ഭേദമന്യേ പരിപാവനമായ ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങള് കൃത്യമായി പാലിക്കാൻ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 9.5 വർഷക്കാലത്തെ ഭരണം കൊണ്ടായില്ല എന്ന് മാത്രമല്ല, അവിടെ ഇത്രയും വലിയൊരു കൊള്ള, അതായത് പകൽക്കൊള്ള എന്ന് വേണമെങ്കിൽ പറയാം, എല്ലാവരുടെയും കണ്ണ് കൃത്യമായി എത്തുന്നിടത്തു നിന്നാണ് ഇത്രയും 38 കിലോയിൽ അധികമുള്ള സ്വർണം
മോഷ്ടിച്ചു കൊണ്ടുപോയിട്ട് അതിന്റെ അന്വേഷണത്തെ കൃത്യമായ ഒരു മാനദണ്ഡത്തോടു കൂടി കൃത്യമായ ഒരു അന്വേഷണ തലത്തിൽ നിർത്തിക്കൊണ്ട് അന്വേഷിച്ച് കുറ്റവാളികൾക്ക് കൃത്യമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ എന്തുകൊണ്ടാണ് ശുഷ്കാന്തി കാണിക്കാത്തത്? ഇവരുടെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ അല്ലെങ്കിൽ ഇവരുടെ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഇവരുടെ ഭരണഘടനയിൽ എവിടെയെങ്കിലും വിശ്വാസികൾക്കും വിശ്വാസവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾക്കും സംരക്ഷണം നൽകരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാകുമോ എന്നുള്ള സംശയമാണ് ഇപ്പൊ സാധാരണക്കാരായ ജനങ്ങൾക്കുള്ളത്. ശബരിമലയെ ഒരു നിലയ്ക്കും കഴിഞ്ഞ 9 വർഷമായിട്ട് ഒരു നിലയ്ക്കും ഒരു പരിപാവനമായിട്ടുള്ള ജനങ്ങൾ ആരാധിക്കുന്ന ഇന്ത്യയിലെ വളരെ ജനകോടികൾ എന്ന് തന്നെ പറയാം, ഒരു 6-7 കോടി ജനങ്ങൾ അങ്ങേയറ്റം നെഞ്ചത്ത് അടക്കി പിടിച്ച് ആരാധിക്കുന്ന ഈ ശബരിമലയുടെ ഒരു പരിപാവനത നിലനിർത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞ 9.5 വർഷമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യാതൊന്നും ചെയ്തിട്ടില്ല. നമ്മളിവിടെ ബണ്ടി ചോറിനെ കുപ്രസിദ്ധ മോഷ്ടാവ് എന്ന് വിളിക്കുമ്പോൾ ഈ കടകംപള്ളി സുരേന്ദ്രനെയും അതുമാതിരി തന്നെ ഈ വാസവനെയും ഈ ശങ്കർദാസിനെയും ഈ വിജയകുമാറിനെയും ഈ വാസുവിനെയും ഈ അതുമാതിരി തന്നെ പത്മകുമാറിനെയും ഒക്കെ പ്രബുദ്ധരായ രാഷ്ട്രീയക്കാർ എന്ന് സംബോധന ചെയ്ത് സംസാരിക്കേണ്ട ഗതികേട് ഈ കേരളത്തിലല്ലാതെ എവിടെയുള്ളത്? ഇവരല്ലേ ശരിക്കും ബണ്ടി ചോറിനേക്കാൾ അങ്ങേയറ്റം നികൃഷ്ടമായിട്ടുള്ള ഒരു കാര്യം ചെയ്തിട്ടുള്ളവര്? ഇവരെയല്ലേ ശരിക്കും നമ്മൾ അത്തരത്തിൽ ചോർ എന്ന വാക്ക് പത്മകുമാർ ചോർ പത്മകുമാർ എന്നോ അല്ലെങ്കിൽ ചോർ വാസു എന്നൊക്കെ നമ്മൾ സംബോധന ചെയ്യേണ്ടത് ഈ ഇത്തരക്കാരെയല്ലേ നമ്മൾ വിളിക്കേണ്ടത്? പക്ഷെ സത്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത്തരം ഒരു സാഹചര്യത്തെ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്ന ഒരു കോടതി നമുക്ക് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ആകെ കൂടി ആശ്വാസം. അതിന്റെ അവസാനത്തെ ഒരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇവിടെ സീസറിന്റെ ഭാര്യ പരിശുദ്ധയായിരിക്കണമെന്ന ഒരു ആപ്തവാക്യം എടുത്തു പറഞ്ഞതുകൊണ്ട് പേരിലാണ് ഇവിടെ KM മാണി ധനകാര്യ വകുപ്പ് മന്ത്രി UDF മന്ത്രിസഭാ കാലത്ത് രാജിവെച്ചത്. ഇന്നത്തെ ഹൈക്കോടതി നിരീക്ഷണത്തിൽ അല്പമെങ്കിലും ഉളുപ്പ് പിണറായി വിജയനും സംഘത്തിനും ഉണ്ടെങ്കിൽ സത്യത്തിൽ പറഞ്ഞാൽ ആ ദേവസ്വം മന്ത്രിയെയെങ്കിലും രാജിവെപ്പിച്ചിട്ട്, കാരണം അന്വേഷണം പോകുന്നത് ശരിയായ ദിശയിലല്ല എന്ന് കോടതി അച്ചട്ടായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഈ അന്വേഷണം നിഷ്പക്ഷമായിട്ടല്ല നടക്കുന്നത് എന്നുള്ളത് ശങ്കർദാസിന്റെ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പറഞ്ഞതെങ്കിലും ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ റിപ്പോർട്ടുകളും അന്വേഷണത്തിന്റെ കാഴ്ചപ്പാടിലും ഹൈക്കോടതിക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കുകയാണ് ഈ അന്വേഷണം നേരായ പാതയിലൂടെ അല്ല പോകുന്നത് എന്ന്. അത്തരത്തിലൊരു പരാമർശം കോടതി നടത്തിയ സ്ഥിതിക്ക് മുൻപ് സീസറിന്റെ ഭാര്യ പരിശുദ്ധയായിരിക്കണം, അതുപോലെ മന്ത്രിയും പരിശുദ്ധയായിരിക്കണം എന്നൊരു കാര്യം പറഞ്ഞതിന്റെ പേരിൽ മാണി രാജിവെച്ച പാരമ്പര്യം എടുത്തുകൊണ്ടെങ്കിലും ഇവിടത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൽ നിന്ന് വാസവനെ രാജിവെപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.